ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളിൽ വ്യവസായിയുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വ്യവസായിയാണ് തന്നോട് ഇതൊക്കെ പറഞ്ഞത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആ വ്യവസായി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 500 കോടിയുടെ പുരാവസ്തുക്കൾ കടൽ കടത്തിയിട്ടുണ്ട്. 4 പഞ്ചലോക വിഗ്രഹം അടക്കം. അപ്പൊ ഇനി അയ്യപ്പൻ മാത്രമേ ശബരിമലയിലുള്ളൂ, ബാക്കിയെല്ലാം പോയി എന്ന് വേണം നമ്മൾ കരുതാനല്ലേ? അയ്യപ്പന്റെ ചൈതന്യം മാത്രമേ ശബരിമലയിലുള്ളൂ. ഒരുപക്ഷെ അയ്യപ്പ വിഗ്രഹവും കടത്തിയിരിക്കാം എന്നുള്ളതാണ് ആരോപണം വരുന്നത്. കാരണം അയ്യപ്പന്റെ വിഗ്രഹം കടത്തുന്നതിന് ഇവർക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അത് അവിടെ നിന്ന് കടത്തിയിട്ട് പകരം ഒരു സാധനം, നമ്മൾ ഈ മുക്കുകൊണ്ട പണം വെക്കുന്ന രീതിയില്ലേ, അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു സ്വഭാവം അവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളി എടുത്തു മാറ്റിയിട്ട് അവിടെ ചെമ്പുപാളി വെച്ചതുപോലെ തന്നെ. അപ്പൊ ഇതേ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല പറയുന്നത് വ്യവസായി കൊടുത്ത ഇൻഫർമേഷൻ ആണെന്ന് പറയുന്നതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അതായത് അത് അദ്ദേഹം മനഃപൂർവ്വം കള്ളം പറയുന്നതാണ്. വ്യവസായി അല്ലത്. അതായത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി ദീർഘകാലം പ്രവർത്തിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വ്യവസായിയിൽ നിന്നും വിവരം കിട്ടുകയില്ല. പോലീസിന്റെ ഉന്നത മേഖലകളിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന് വിവരം കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സോഴ്സ് ഉണ്ട്. അടുത്ത ഭരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് വന്നാൽ ഏറ്റവും കുറഞ്ഞ പക്ഷെ അദ്ദേഹം വീണ്ടും ആഭ്യന്തരം ആയേക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്ത മാത്രം ആണ്. അപ്പോ ചിന്തയാണെങ്കിൽ പോലും ഒരു സാധ്യതയുണ്ടല്ലോ അവിടെ. അപ്പോ ആ രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ പിണറായിയുടെ ഭരണകാലത്ത് പോലീസിൽ ആണ് എനിക്ക് കിട്ടിയ സോഴ്സ്, പോലീസിൽ നിന്നാണെന്ന് പറയാനുള്ള മണ്ടത്തരം അദ്ദേഹം കാണിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഇനി ആവശ്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് വിശ്വസനീയമായ ഉന്നതമായ പോലീസ് വൃത്തങ്ങളിൽ നിന്നാണ് ഈ അറിവ് കിട്ടിയിരിക്കുന്നത്. തർക്കമില്ലാത്ത കാര്യം. അപ്പൊ ഈ ഡി മണി എങ്ങനെ ഇതിന്റെ അകത്തേക്ക് വന്നത്? ഡി മണി അന്താരാഷ്ട്ര ആയുധക്കടത്തുകാരെന്നൊക്കെ പറയുന്ന പോലെ, അന്താരാഷ്ട്ര മയക്കുമരുന്ന് എന്ന് പറയുന്ന പോലെ ഈ പുരാവസ്തുക്കൾ കടത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ തൊഴിലതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പരിപാടി ഓപ്പറേഷൻ എന്താ സാറിന് പറയാനില്ല, ഓപ്പറേഷൻ സ്വർണ്ണക്കടത്തോ, ഓപ്പറേഷൻ ഓപ്പറാൻഡി ഒരു പേര് പറയില്ല, സ്ഥിരം കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതേപോലെ ഇദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ രീതി എന്ന് പറയുന്നത് ഒരു പുരാവസ്തു അദ്ദേഹം ലക്ഷ്യമിടുന്നു. പുരാവസ്തു ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അതേ അളവിലും തൂക്കത്തിലും രൂപത്തിലുമുള്ള ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കുന്നു. അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് ചെയ്യുന്ന ബില്ലുണ്ടാകും. ഇന്ന സമയത്താണ് ഇത്ര വില. അപ്പൊ ബില്ല് ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യും? ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ഒറിജിനലിന്റെ സ്ഥാനത്ത് സ്ഥാപിക്കുന്നു. എന്നിട്ട് ഒറിജിനൽ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന്റെ ബില്ലിൽ ഇത് കസ്റ്റംസിന്റെ പരിശോധന നോക്കുമ്പോൾ എന്താണ് അതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. ഇരിക്കുന്നത് കയ്യിലിരിക്കുന്ന ഒറിജിനലാണ്. വിദേശത്ത് ചെന്ന് കഴിയുമ്പോൾ വിദേശത്ത് നമ്മുടെ കസ്റ്റംസിനെ പോലെ പൊട്ടന്മാരല്ലേ ഇരിക്കുന്നത്. ഇത് വാങ്ങിക്കാൻ കോടികളുടെ ഇടപാടാണ്. അവരിത് കാർബൺ ഡേറ്റിംഗ് നോക്കും. ഇതിന്റെ ആന്റിക് വാല്യൂ നോക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശോധനകളും നടത്തി ബോധ്യമായതിനു ശേഷമാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിലേക്ക് ഇത് കിട്ടണമെങ്കിൽ ഇന്നത്തെ അന്താരാഷ്ട്ര നിയമങ്ങൾ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കര കർശനമായ പരിശോധനയുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം മറികടക്കാനായി ഇപ്പം നമ്മൾക്ക് ഇവിടുത്തെ ആന്റിക് ഷോറൂമുകൾ ധാരാളമുണ്ട്. അവിടെ നിന്ന് ഏത് വിഗ്രഹം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ആ ബില്ലുണ്ടെങ്കിൽ, GST ഉൾപ്പെടെയുള്ള ബില്ലുണ്ടെങ്കിൽ നമുക്കിതിനെ കടത്താനായിട്ട് സാധിക്കും. പക്ഷെ ആന്റിക് അല്ല എന്നത് ആ ബില്ലിലൂടെയാണ് തെളിയിക്കുന്നത്. ഇതാണ് ഇദ്ദേഹത്തിന്റെ രീതി. അപ്പോൾ കാര്യങ്ങൾ വളരെ മോഡസ് ഓപ്പറാൻഡി, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാൻഡിയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അദ്ദേഹം ഇതിന്റെ അന്താരാഷ്ട്ര ദല്ലാളാണ്. ഈ രമേശ് ചെന്നിത്തല ഈ 500 കോടി സ്പെസിഫൈ ആയിട്ടൊക്കെ ഇതിനു മുൻപ് ആരും ഈ കോടിയുടെ കണക്ക് പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല ആണെങ്കിൽ 500 കോടി സ്പെസിഫൈ ആയി 500 കോടിയുടെ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിന് മുന്നേ ഈ സോണിയാഗാന്ധി അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന പല ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ പരിഗണിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് സിസ്റ്റം കൂടി ഇതിലുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതുകൂടി മുൻനിർത്തിയാണ്. കാരണം ഈ സോണിയാഗാന്ധിയുടെ രണ്ട് സഹോദരിമാരുടെ ഒരു സഹോദരി ഇറ്റലിയിലാണ് താമസിക്കുന്നത്. അവർക്ക് 2 ഈ പുരാവസ്തു ഷോറൂമുകളുണ്ട്. അതിൽ ഒന്നിന്റെ പേര് ഗണപതി എന്നാണ്. ഈ ഗണപതി എന്ന് പറയുന്ന ഷോറൂമില് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഏറ്റവും മൂല്യമുള്ള, പഴക്കവും പാരമ്പര്യമുള്ള പുരാവസ്തുക്കളാണ് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. പിന്നെ അവിടെ നിന്നാണ് പലരും വാങ്ങിയത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഗണപതിയുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം കടൽ കടന്നു അന്താരാഷ്ട്ര റാക്കറ്റ് എന്ന് പറഞ്ഞത് ആദ്യം കോടതിയാണ്. അപ്പൊ കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തോ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇതിൽ അന്താരാഷ്ട്ര റാക്കറ്റ് ബന്ധപ്പെട്ട്. പക്ഷെ SIT ഇതുവരെ അത് അന്വേഷിച്ചിട്ടില്ല. ഇന്നിപ്പോ CBI പറയുന്നുണ്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ് ശബരിമല വിഷയം അന്വേഷിക്കാൻ. ED ഓൾറെഡി
വന്നു കഴിഞ്ഞു. CBIയും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് LDFിനെക്കാളിലും ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ളൊരു ബന്ധം ഉണ്ട് എങ്കിൽ അത് ബാധിക്കാൻ പോകുന്ന UDFിനെ അല്ലേ? അതെ, UDFിനെ ബാധിക്കും എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഉണ്ട്, രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. രമേശ് ചെന്നിത്തല രാഷ്ട്രീയ കേരളത്തിൽ തികച്ചും അപ്രസക്തനായിട്ട് മുന്നോട്ട് പോകുന്ന കുറച്ച് വർഷങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ നല്ല പിടിപാടുണ്ടായി. പക്ഷേ വേണുഗോപാൽ ചെന്ന് ചെക്ക് വെച്ചതോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് ഔട്ടായി. അല്ല, വേണുഗോപാൽ ചെല്ലുന്നതിന് മുൻപ് വരെ കരുണാകരൻ, ചെന്നിത്തല ഏകദേശം നല്ല പിടിപാട്, കർണാടക പ്രതാപകാലത്തുള്ളതുപോലെ പിടിപാട് പിന്നീട് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് വേണുഗോപാൽ കളഞ്ഞു. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വളരെ അപ്രസക്തമായ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ സോണിയ കുടുംബവുമായിട്ട് ഒരു ഇത്തരത്തിലുള്ള അവരുടെ പിന്നാമ്പുറ കഥകൾ അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ ഇദ്ദേഹത്തെ പിണക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പന്തിയല്ലെന്നറിയാം. 500 കോടിയുടെ കണക്ക് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം ആന്റിക്കായിട്ടുള്ള സാധനങ്ങൾ ഒന്നു മാത്രമല്ല, പലതും ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട്. ഈ ഇറ്റലിയിലേക്ക്. അപ്പൊ ഈ സോണിയാഗാന്ധിയുടെ ഫാമിലിക്ക് ഇതുമായിട്ട് പങ്കുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ടുള്ളതാണ്. ഇതിൽ യൂട്യൂബിലൊക്കെ അവരുടെ ഷോപ്പിന്റെ വീഡിയോസ് കിടപ്പുണ്ട്. എല്ലാം സാധനങ്ങളും ഇന്ത്യൻ ആണ് അവിടെയുള്ളത്. അതും സോണിയാഗാന്ധി ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് അവർ ഈ കച്ചവടത്തിലേക്ക് തിരിയുന്നതും ഇതിൽ വിപുലമായ ഇടപെടലുകളും സ്റ്റോക്കും അവർക്കുണ്ടാകുന്നത്. ഇതെല്ലാം പല രീതിയിലാണ്. അതായത് ഇതേപോലെ തന്നെ ബുദ്ധവിഗ്രഹങ്ങൾ ഇവർ കടത്തിയിട്ടുണ്ട്. തായ്വാനിൽ നിന്നെല്ലാം ബുദ്ധവിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ അവിടെ മുസ്ലിം ഭരണം ശക്തമായപ്പോൾ ഈ സാധനങ്ങളെല്ലാം പല സ്ഥലത്തു നിന്ന് നിഷ്കാസനം ചെയ്തു. ഇതെല്ലാം ശേഖരിച്ച് കടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇന്നത്തെ ഇന്റർനാഷണൽ ലോയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ആക്ച്വലി മയക്കുമരുന്ന് ബിസിനസ് പോലെ തന്നെ ഒരു ഇല്ലീഗൽ ബിസിനസ്സാണ് ഈ വിഗ്രഹക്കടത്ത് എന്ന് പറയുന്നത്. നമ്മളത് വർഷങ്ങൾക്ക് മുൻപേ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഏറ്റുമാനൂര് മോഷണം നടത്തിയ സ്റ്റീഫനെ പോലുള്ള ആൾക്കാരില്ല ഇതേ കണ്ണുകളിലേക്കാണ് ഈ സാധനം എത്തിച്ചു കൊടുത്ത് പണം വാങ്ങിയിരുന്നത്. അപ്പോൾ ചെന്നിത്തല പറയുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലല്ല, പല പല കാര്യങ്ങളിൽ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ശബരിമലയുടെ വിഷയത്തിൽ പോലീസുകാർ വിവരം നൽകുന്നത് പോലെ ഒരു സോഴ്സ് ഓപ്പണായി കിട്ടിയാൽ അതോട് ബന്ധപ്പെട്ട് പല പല സോഴ്സ് വരും. നമ്മളിപ്പോൾ ഇവിടെ ചില മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു നടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ പല നടിമാരും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വരുന്ന പോലെ ആ ട്രെൻഡിൽ ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളാണ് ഇതെല്ലാം. ഒന്നിനു പുറകെ ഒന്നായി ധാരാളം വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് സോണിയാഗാന്ധിയെ ഇന്ത്യൻ മാധ്യമങ്ങൾ കശാപ്പ് ചെയ്യാവുന്ന വിവരങ്ങൾ അതിലുണ്ട്. അത് സത്യമാണ്. അപ്പൊ അദ്ദേഹം ഒരു സോഫ്റ്റ് ബോംബ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കൈകൾ കാഞ്ചിയിൽ ഇരിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം ബോഫോഴ്സ് പോലുള്ള ഒരു വലിയ സ്ഫോടനം നടത്താമെന്നുള്ളതാണ്. അതെ, കോൺഗ്രസ് വഹിക്കണം രമേശ് ചെന്നിത്തലയെ. കാരണം അല്ല തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ ഓരോരുത്തർക്ക് ഈ ദൈവ സ്നേഹവും ദൈവത്തോടുള്ള അമിത ഭക്തിയും ഒക്കെ ഉണ്ടാകുന്നത്. ഇതുവരെ അറിയാവുന്ന ചെന്നിത്തല ഒന്നും വേണ്ടിയിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പ് അടുക്കാറായി. അപ്പൊ തനിക്ക് താൻ വിചാരിക്കുന്ന ഒരു സ്ഥാനം എന്തായാലും ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു വല്ലാത്ത ഇതായിട്ട് പാർട്ടി പ്രവർത്തകർ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ അണികളൊക്കെ പറയുന്നത് വല്ലാത്തൊരു അധികാരമോഹിയാണ് അദ്ദേഹം. അധികാരമില്ലെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഭ്രാന്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അധികാരം അദ്ദേഹത്തെ വല്ലാതെ ഈ എന്താ പറയുക, അതിലങ്ങ് മുഴുകി കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ രമേശ് ചെന്നിത്തല. എത്ര അധികാരം കിട്ടിയാലും മതിയാവാത്ത ഒരാൾ. ഇനി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, ഇതിലേതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് കിട്ടണം. ഇല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിനെ കുടുക്കും ശബരിമല വിഷയത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയാവുന്ന പലരും പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കും, അല്ലെങ്കിൽ അതിനെ എത്രത്തോളം ഇപ്പോൾ KC-ക്ക് മുഖ്യമന്ത്രി ആകണം, രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകണം, സുധാകരന് മുഖ്യമന്ത്രി ആകണം, VD സതീശൻ മുഖ്യമന്ത്രി, അപ്പോൾ കുറേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. ഇപ്പൊ LDFിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കും പിണറായിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ രീതി. BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും കാലത്ത് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും എന്നുള്ള, കേന്ദ്രത്തിലാണെങ്കിൽ അവര് ഓരോരുത്തരെ ആക്കി മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ആര് എന്നുള്ള ഒരു ചോദ്യം അവർക്ക് മുന്നിലും ഉണ്ട്. പക്ഷെ UDFിനെ സംബന്ധിച്ച് അതല്ല, ഒരു നീണ്ട നിര അങ്ങ് കിടക്കുകയാണ്. ഈ വോട്ട് ചെയ്യാൻ ചെന്ന് നിൽക്കുന്നത് പോലെ ഞാനുണ്ട് എന്ന് പറയുന്നത് പോലെ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുമ്പോൾ പല സത്യങ്ങളും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഈ അടിപിടി കൂടുന്ന വെച്ചാൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് കണ്ടിട്ടില്ലേ, സ്റ്റേജിലായിരിക്കും ആൾക്കാരെല്ലാം, എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് മൈക്കിന്റെ മുമ്പിൽ തിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് ഈ സമീപകാലത്ത് പോലും VD സുധാകരനും ഒക്കെ തമ്മിലുള്ള നമ്മൾ കണ്ടതാണ്. ഇവരുടെ രീതി ഇതാണ്. അതായത് അധികാരത്തിന്റെ രുചി നുണഞ്ഞ് ശീലിച്ചവർക്ക് രമേശ് ചെന്നിത്തലക്ക് ഏതായാലും തെങ്ങുവെട്ടാനും പിന്നെ മറ്റെന്തെങ്കിലും കച്ചവടം പോകാൻ പറ്റിയില്ല. വേറൊരു തൊഴിലും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താ?
രാഷ്ട്രീയം. അദ്ദേഹം വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ വന്ന ഒരാളാണ് നമുക്കറിയാം. ഇപ്പൊ അദ്ദേഹം സമ്പന്നനാണ്, മകൻ IAS കാരനൊക്കെ ആയി എല്ലാ രീതിയിലും സമ്പത്ത് കുമിഞ്ഞുകൂടിയ ഒരു അവസ്ഥയിലാണ്. പിന്നെ അധികാരമില്ല എങ്കിൽ, അധികാരത്തിൽ നിന്ന് മാറിയാൽ ഏതൊരു വ്യക്തിയുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷണങ്ങളുടെ കറുത്ത കരങ്ങൾ നീളും, ആര് ഭരിച്ചാലും. അപ്പോൾ എപ്പോഴും അധികാര സോപാനത്തിൽ ഇരിക്കുന്ന ഒരാൾ സുരക്ഷിതനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അധികാര മോഹമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, ഇത് പറയുന്ന കൂടുതലും കോൺഗ്രസ്സുകാരാണല്ലോ. കോൺഗ്രസ്സുകാർക്ക് ആർക്കാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ മോഹമില്ലാത്തത്? രമേശ് ചെന്നിത്തല അവരുടെയൊക്കെ മുമ്പിൽ ഒരു തടസ്സമാണെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം 10 മടങ്ങ് വീര്യത്തോടു കൂടി അദ്ദേഹം രംഗത്ത് വരികയാണ്. എനിക്ക് അങ്ങ് കേന്ദ്രത്തിലും പിടിയുണ്ട്, പക്ഷെ ആ പിടി ഇപ്പൊ എങ്ങനത്തെ പിടിയാണെന്ന് മനസ്സിലായി. കഴുത്തിന് പിടിത്തലുമാണ്, സോണിയാഗാന്ധിയുടെ കഴുത്തിനെ പിടിച്ചു വേണം പിന്നെ അധികാരം നേടാനെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്രത്തിന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ്. അധികാരം നേടണമെങ്കിൽ ഗിമിക്കുകൾ കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് കോൺഗ്രസ് പരാജയപ്പെടാനുള്ള. മോദി പറഞ്ഞത് വെറുതെ അല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. അത് ഇവരായിട്ട് തന്നെ കൊണ്ട് കൊടുക്കുകയാണ്, ഇതാ ഞങ്ങൾ പുറത്തു പോയി തരാം എന്നുള്ളത്. നയത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ കോൺഗ്രസിൽ വഴക്ക്, അധികാരത്തിന്റെ പേരിലാണ് എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അപ്പോ ഇദ്ദേഹം ഈ ഒരു സാധനം സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിന് നടത്തിയിട്ടുണ്ട്. അടുത്ത വെടിക്കെട്ട് എന്താണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ കോൺഗ്രസിൽ കേരളത്തിന്റെ സാധ്യതകളിൽ രമേശിന്റെ സ്ഥാനം എന്താണെന്ന് കൂടെ സോണിയാഗാന്ധി തീരുമാനിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.